കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായി. അപ്പോൾ തുടങ്ങിയാലോ? അതുപോലെ ആദ്യം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കഥയിലോട്ട് കിടക്കാം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ കഥ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്നൊരു നാടോടിക്കഥയാണ്. ലോറൽ മരത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു നാടോടിക്കഥ. കഥ ഇങ്ങനെയാണ്. പണ്ട് 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 നടന്ന ഒരു കഥയാണിത്. പണ്ട് സുന്ദരവനം എന്ന് പറഞ്ഞൊരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരാനയും കുരങ്ങും വവ്വാലും പാർത്തിരുന്നു. വലിയൊരു അരയാലിൻ്റെ തണലായിരുന്നു അവരുടെയൊക്കെ വാസസ്ഥലം. അവർ പാർത്തിരുന്നത് ഈ അരയാലിൻ്റെ തണലിലും കൊമ്പിലുമൊക്കെയാണ്. ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നതെങ്കിലും 3 പേർക്കും ഒരു കാര്യത്തിലും യോജിപ്പുണ്ടായിരുന്നില്ല. ആന എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് കുരങ്ങനും വവ്വാലിനും ഇഷ്ടപ്പെടില്ല. കുരങ്ങൻ എന്തെങ്കിലും അഭിപ്രായം പറയട്ടെ, ആനയും വവ്വാലും അതിന് വിയോജിപ്പ് പ്രകടമാക്കും, മറിച്ചൊരു അഭിപ്രായം പറയും. അതേ അവസ്ഥ തന്നെയായിരുന്നു വവ്വാൽ എന്തെങ്കിലും പറഞ്ഞാലും. എന്തായാലും മൊത്തത്തിൽ തർക്കം തന്നെ. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസത്തോടെ ഒന്നിച്ച് കഴിയാൻ സാധിക്കുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പം എന്താ ചെയ്യുക? ഒടുവിൽ 3 പേരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. ഏറ്റവും പ്രായം കൂടിയ ആൾ പറയുന്നത് മറ്റ് 2 പേരും അനുസരിക്കണം. അതായിരുന്നു തീരുമാനം. പക്ഷേ ആരാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ? ഓരോരുത്തരും അവരവർക്കാണ് പ്രായക്കൂടുതലെന്ന് സ്വയം പറഞ്ഞു. അത് വഴക്കിന് കാരണമായിട്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുരങ്ങനും വവ്വാലും കൂടി ആനയോടൊരു ചോദ്യം ചോദിച്ചു. ആനച്ചങ്ങാതിയുടെ ചെറുപ്പത്തിൽ ഈ അരയാലിന് എന്ത് വലിപ്പമുണ്ടായിരുന്നു? പക്ഷേ ആരാണ് ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ? ഓരോരുത്തരും അവരവർക്കാണ് പ്രായക്കൂടുതലെന്ന് സ്വയം പറഞ്ഞു. അത് വഴക്കിന് കാരണമായി തീർന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുരങ്ങനും വവ്വാലും കൂടി ആനയോട് ഒരു ചോദ്യം ചോദിച്ചു. ആനച്ചങ്ങാതിയുടെ ചെറുപ്പത്തിൽ ഈ അരയാലിന് എന്ത് വലിപ്പമുണ്ടായിരുന്നു? അപ്പോൾ ആന പറഞ്ഞു, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഈ അരയാൽ വെറുമൊരു കുഞ്ഞി ചെടിയായിരുന്നു. കുറച്ച് പൊക്കം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ആനയോട് ചോദിച്ച കാര്യം തന്നെ കുരങ്ങച്ചനോടും വവ്വാലും ആനയും ചോദിച്ചു. അതിന് മറുപടി എന്നോണം കുരങ്ങച്ചൻ പറഞ്ഞു, ഞാൻ ജനിച്ച കാലം മുതൽ ഈ അരയാലിനെ അറിയാം. അന്നിത് മുളച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിത് എന്തുമാത്രം വളർന്നിരിക്കുന്നു! അത്ഭുതം തന്നെ. ആനയും കുരങ്ങച്ചനും വവ്വാലിനോട് ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ വവ്വാൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു പണ്ഡിതനെ പോലെ സംസാരിച്ചു തുടങ്ങി. കൂട്ടുകാരെ, ഈ ആൽമരം നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് ഇതിനേക്കാളും വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ഒരു ദിവസം അതിലെ കുറച്ച് പഴങ്ങൾ കഴിച്ചതിന് ശേഷം ഒരു കൊമ്പിൽ ഞാൻ തൂങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. പ്രകൃതി ആകെ മാറി. കാറ്റും കോളും ഇടിയും മിന്നലും ശക്തമായ പേമാരിയും. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഞാൻ പറന്നുയർന്ന് രക്ഷപ്പെട്ടു. മഴ ശമിച്ചതിന് ശേഷം ഒരു ദിവസം ഞാൻ വന്ന് നോക്കുമ്പോൾ ആ വലിയ ആൽമരം കടപുഴകി വീണ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിരുന്നു. അന്ന് ഞാനിവിടെ കാഷ്ടിച്ചതിൽ ഉണ്ടായിരുന്ന വിത്ത് മുളച്ചാണ് ഈ അരയാലുണ്ടായത്. അങ്ങനെ ഈ അരയാലിൻ്റെ അമ്മ മരത്തിൻ്റെ കാലം മുതലേ ഞാനിവിടെ ഉണ്ട്. വവ്വാൽ പറഞ്ഞു നിർത്തി. വവ്വാൽ പറഞ്ഞ കാര്യം കേട്ട് ആനച്ചാരും കുരങ്ങച്ചനും അതിശയിച്ചു നിന്നു. അവർ ഉടനെ വവ്വാലിനെ തങ്ങളുടെ പ്രായക്കൂടുതലുള്ള നേതാവായി അംഗീകരിച്ചു.
അന്നു മുതൽ വവ്വാൽ പറയുന്നത് ആനയും കുരങ്ങും അനുസരിക്കാൻ തുടങ്ങി. അതോടെ അവർക്കിടയിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ മാറുകയും സാഹോദര്യത്തോടെ ജീവിക്കാൻ ശീലിക്കുകയും ചെയ്തു. അപ്പോൾ കഥ ഇവിടെ അവസാനിച്ചു. ചെറിയ ഒരു കഥയായിരുന്നു. നമ്മൾ ഈ ഒരു 3-4 മനുഷ്യർ കൂടിയിരുന്ന് ഏതെങ്കിലും ഒരു വിഷയം അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. പലപ്പോഴും പല അഭിപ്രായങ്ങൾ ഉയർന്നു വരും. അവിടെയാണ് ഒരു നേതാവിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും ഈ യോജിപ്പ് കാണാറില്ല. ഭാര്യ ഒരു അഭിപ്രായം പറയും, ഭർത്താവ് വേറൊരു അഭിപ്രായം പറയും. അങ്ങനെയാണ് മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്. അവിടെയാണ് ഒരു ഏകീകരണത്തിന് ഒരു നേതാവിൻ്റെയൊക്കെ ആവശ്യം പലപ്പോഴും വരുന്നത്. ഒരു മധ്യസ്ഥനൊക്കെ വരുന്നത് അവിടെയാണ്. ഇവിടെ അങ്ങനെ വവ്വാല് തൻ്റെ കൗശലം കൊണ്ട് അങ്ങനെ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയാണ്. പലരും കൗശലം കൊണ്ടാണ് നേതാവാകുന്നത്, കുറുക്ക് വഴിയിലൂടെയും. ആ നേതൃസ്ഥാനം പലപ്പോഴും എത്തിച്ചേരുന്നത് നമ്മൾ കാണാറുണ്ട്. രാഷ്ട്രീയത്തിലൊക്കെ അത് പലപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ്. കുൽസിത ബുദ്ധിയൊക്കെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ എത്തിച്ചേരുന്നവരാണ് പലപ്പോഴും പല നേതാക്കളും. പ്രായം ആണ് ഇവിടെ അളക്കപ്പെടുന്നത്. ഇവിടെ പ്രായത്തിന് ഭയങ്കര ഒരു വിലയുണ്ട്. ഇന്ന് നമ്മൾ പ്രായം കുറച്ച് പറയാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. എല്ലാവർക്കും പ്രായം കൂടുന്നത് ഒരു വിഷമം തന്നെയാണ്. ഇവിടെ അതല്ല. പ്രായം ഉണ്ടെങ്കിൽ ബഹുമാനം കിട്ടും, ആദരവ് കിട്ടും, ആ വാക്കുകൾ മറ്റുള്ളവർ വിലമതിക്കും എന്നൊക്കെയുള്ള അവസ്ഥയാണ്. അവിടെയാണ് പ്രായം തെളിയിക്കാനുള്ളൊരു വ്യഗ്രത. ഞാൻ സീനിയറാണ് എന്ന്, അല്ലെങ്കിൽ ഞാൻ മുതിർന്ന ആളാണ് എന്ന് തെളിയിക്കാനുള്ളൊരു വ്യഗ്രത ഇവിടെ കഥയിൽ കാണുന്നത്. പ്രായം പറയുമ്പോൾ പലപ്പോഴും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് പറയുന്നത്. ചില അക്കങ്ങൾ മാത്രമാണ് നമ്മുടെ വയസ്സെന്ന് പറയുന്നത്. നമ്മുടെ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. യഥാർത്ഥത്തിൽ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രായം വെറും ഒരു അക്കം മാത്രമായി മാറും. വളരെ ഊർജ്ജസ്വലരായി നടക്കുന്ന പ്രായം ചെന്നവരെ നമ്മൾ കാണാറില്ലേ? എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ഓടിച്ചാടി നടക്കുന്നത്. അതല്ല, അതുകൊണ്ട് അതിനൊക്കെ തെളിയിക്കുന്നത് അതൊരു മനസ്സിൻ്റെ അവസ്ഥയാണെന്നാണ്. മനസ്സ് തയ്യാറാണെങ്കിൽ ശരീരവും കുറേയൊക്കെ ഓടിയെത്തും. അങ്ങനെയൊക്കെ ചിലരുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു യാത്രാ വിവരണമെന്നോ അല്ലെങ്കിൽ ഒരു ലേഖനമെന്നോ വേണമെങ്കിൽ പറയാം. ഒരു സ്ത്രീ എഴുതിയൊരു ലേഖനം ഭാഷാഭൂഷണിയിൽ വന്നു. അതിനകത്ത് ഓർക്കുക നീ മരിക്കുക എന്നാണ് ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ. ഈ വനിത ഇറ്റലിയിലെ പലമോയിലെ ഒരു കപ്പൂച്ചൻ കല്ലറ സന്ദർശിക്കാനിടയായി. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെയാണ് ഈ ലേഖനത്തിലുള്ളത്. പക്ഷേ നമ്മളത് ആ ലേഖനം വായിക്കുമ്പോൾ നമ്മളെ മരണത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ലേഖനത്തിൽ കൂടുതലും മരണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ എനിക്കത് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. ആ ഒരു ലേഖനം, അതിൽ വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ അർത്ഥവത്തായിട്ട് തോന്നി. അതിൻ്റെ ഒരു ചിന്തയുടെ ആധാരം എന്ന് പറയുന്നത് സോക്രട്ടീസ് പറഞ്ഞ കാര്യമാണ്. തത്വചിന്ത പരിശീലിക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം മരിക്കാനുള്ള പരിശീലനവും മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമാണ് എന്നാണ്. മരണം ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തുതയാണ്. ഈ ലേഖനത്തിൽ ഒരു കപ്പൂച്ചൻ കല്ലറയിലെ ദൃശ്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ കല്ലറയിൽ 4 ചുറ്റിലും അസ്ഥിപഞ്ജരങ്ങൾ മാത്രമാണ്. അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ചിലതിൻ്റെ വേഷം കോട്ടും സൂട്ടും ടൈയും ആയിരുന്നെങ്കിൽ മറ്റ് ചിലതിൽ പുരോഹിത വേഷങ്ങളായിരുന്നു. ഗൗണും സ്കേർട്ടും കുട്ടിയുടുപ്പും ധരിച്ച സ്ത്രീ അസ്ഥിപഞ്ജരങ്ങളും വേറെ. ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളൊരു കാരണവും കാണുമല്ലോ. ഇങ്ങനൊരു മ്യൂസിയത്തിൻ്റെ പിന്നിലുള്ള ഒരു കഥയോ കാരണമോ, എന്തുകൊണ്ട് ഇങ്ങനൊരു മ്യൂസിയം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ചേതോ വികാരം എന്ന് പറയുന്നത് റോമാക്കാരുടെ മെമൻറ്റോ മോറി എന്ന തത്വചിന്തയാണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായത്. മെമൻറ്റോ മോറിയുടെ അർത്ഥം ഓർക്കുക നീ മരിക്കും എന്നാണ്. ഇത് റോമൻ കാലം മുതൽക്കേ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ചിന്തയാണ്. അപ്പം അതിൻ്റെ ഒരു കഥയൊക്കെ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. പണ്ട് വലിയ സൈനിക വിജയം നേടുന്ന സൈനിക മേധാവികളെ ആദരിക്കുന്ന ചടങ്ങ് നടത്തിയിരുന്നു. 4 കുതിരകൾ വലിക്കുന്ന രഥത്തിൽ സൈനിക മേധാവിയെ നഗരത്തിലെ
തെരുവുകളിലൂടെ ജനക്കൂട്ടത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങി ഘോഷയാത്രയുടെ അകമ്പടിയോടെ പരേഡ് ചെയ്യുമായിരുന്നു. ഒരു സൈനിക മേധാവിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ബഹുമതി ലഭിക്കാനില്ല. ഈ ഘോഷയാത്ര സമയത്ത് മേധാവിയുടെ പിന്നിൽ ഒരടിമ ഉണ്ടാകാറുണ്ടായിരുന്നു. അയാളുടെ ഏക ഉത്തരവാദിത്വം ജനറലിൻ്റെ ചെവിയിൽ തുടർച്ചയായി ഇപ്രകാരം മന്ത്രിക്കുക എന്നതായിരുന്നു: റെസ്പൈസ് പോസ്റ്റ് ഡേ ഹോമിനെയിം ഡേ എസ്സേ മെമൻറ്റോ മെമൻറ്റോ മോറി. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: തിരിഞ്ഞു നോക്കുക, നീ മർത്യനാണെന്ന് ഓർക്കുക, നിങ്ങൾ മരിക്കുമെന്ന് ഓർക്കുക. ഈ ലേഖനത്തിൽ പിന്നെ പറയുന്നുണ്ട്, മഹത്വത്വത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മനുഷ്യരുടെ ആരാധന ഉടൻ അവസാനിക്കുമെന്നും അതേസമയം മരണമെന്ന സത്യം മാത്രം നിലനിൽക്കും എന്ന് നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ. ഇന്ന് മനുഷ്യൻ ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിലും ജീവിതത്തിലും നടത്തുന്ന ഇടപെടലുകളിൽ സ്വയം അനശ്വരനെന്ന ചിന്ത സ്ഫുരിക്കുന്നു. മരണമില്ലാത്ത തനിക്ക് വേണ്ടി അവൻ വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാറ്റിനോടും പടവെട്ടുന്നു. എക്കാലത്തും മുൻപന്തിയിൽ നിൽക്കാൻ അവൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആ ലേഖനത്തിൽ കുറച്ച് കാര്യങ്ങൾ, ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് ഇതൊക്കെ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇതിവിടെ കോട്ട് ചെയ്യുകയായിരുന്നു. ഈ കഥയിൽ പ്രായമളക്കുകയാണ്. അപ്പോൾ മരണം എല്ലായ്പ്പോഴും കൂടെയുണ്ട്. ജനിച്ച ഉടനെ നമുക്ക് മരിക്കാം, 1 വയസ്സായി കഴിഞ്ഞ് ചിലപ്പോൾ മരിക്കാം, 5 വയസ്സാകുമ്പോൾ മരിക്കാം, 10 വയസ്സാകുമ്പോൾ മരിക്കാം, 30 വയസ്സാകുമ്പോൾ മരിക്കാം. മരണം അങ്ങനെ കൂടെ തന്നെയുണ്ട്. ഏത് പ്രായത്തിൽ വേണമെങ്കിലും മരിക്കാം. മരണം നിഴലാണ്. അപ്പോൾ പലപ്പോഴും ആ സത്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല, അല്ലേ? അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമാണ് ഈ മരണം എന്നുള്ളൊരു സത്യം. അതാണ് വലിയ സത്യം എന്ന് പറഞ്ഞാൽ. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. അതായത് രണ്ടും വലിയ സത്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ മറക്കാൻ, അതില്ല എന്നും മറന്നുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും ഒരു മടിയുണ്ട്. അപ്പോളത് ഈ കഥയുമായിട്ട് ഒന്ന് ചേർത്ത് പറയുകയായിരുന്നു. ഇവിടെ ആരാണ് പ്രായക്കൂടുതൽ എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രായമല്ല വലുത്, മനസ്സ് തന്നെയാണ് വലുത് എന്നുള്ളതാണ്. യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് അത് ഏത് പ്രായക്കാരനും ഉണ്ടെങ്കിൽ അത് നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. പോർമുഖങ്ങളിൽ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, അല്ലേ? മരണത്തിനെ അങ്ങനെ ഒരു ഭയപ്പാടോടൊന്നും അവർ കാണുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുമുണ്ട്. ചിലപ്പോൾ മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ എത്ര പ്രായം ചെന്നാലും എനിക്കോ നിങ്ങൾക്കോ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ചിലർക്ക് ഏത് പ്രായത്തിലും, അല്ലേ, അവർ ചിലപ്പോൾ ചെറുപ്പമായിരിക്കാം, വളരെ ചെറുതായിരിക്കാം, എന്നാലും വളരെ ധീരതയോടെ ഉൾക്കൊള്ളുന്ന ആൾക്കാരുമുണ്ട്. ആ ചെറുപ്രായത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മരണത്തെ അംഗീകരിക്കുക എന്നോട് പറയുന്നത് അതൊരു യാഥാർത്ഥ്യ ബോധമാണ്. അത് പലപ്പോഴും നമുക്ക് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനുള്ളൊരു വൈഷമ്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വർത്തമാനമായിട്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.